ഹായ്, എൻ്റെ പേര് ജിതിൻ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കോണ്ടാക്ട് ലെൻസുകളെ കുറിച്ചാണ്. അപ്പോൾ കോണ്ടാക്ട് ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ കാലത്ത് കോണ്ടാക്ട് ലെൻസ് കേൾക്കാത്തവരോ കാണാത്തവരോ ആയിട്ടുള്ള ആൾക്കാർ വളരെ കുറവായിരിക്കും. നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് പോകുകയാണെന്നുണ്ടെങ്കിലും ആഭരണങ്ങളൊക്കെ വാങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ മേക്കപ്പിൻ്റെ സാധനങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ ഓർഡർ ചെയ്യുന്നൊരു സാധനമാണ് കണ്ണിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഈ ഒരു ചെറിയ ലെൻസ്. അപ്പോൾ ഈ ഒരു ചെറിയ ലെൻസിനെ പറ്റി നമ്മൾ ഒപ്റ്റോമെട്രിയിൽ ഒരു സബ്ജക്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു കോണ്ടാക്ട് ലെൻസിൻ്റെ കോണ്ടാക്ട് ലെൻസ് വെച്ചിട്ട് പറയാൻ പറ്റില്ല, തീരെ ചെറിയ സാധനം ആയതുകൊണ്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊരു ഐസ്ക്രീം ബോളിൻ്റെ ബോൾ ഐസ്ക്രീമിൻ്റെ അടപ്പിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാനിന്ന് ഇന്നത്തെ ക്ലാസ്സൊക്കെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പോൾ ആദ്യം എന്താണ് കോണ്ടാക്ട് ലെൻസ് എന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മൾ കണ്ണടയിൽ ഒരു പവർ, കണ്ണട കാഴ്ചക്കുറവുള്ള ഒരാളൊരു കണ്ണട ഉപയോഗിക്കുന്നതിന് പകരം ഈ കണ്ണട ഒഴിവാക്കിയിട്ട് അതേ പവർ ഒരു ലെൻസിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് കണ്ണിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലെൻസിനെ നമ്മൾ വിളിക്കുന്നവരാണ് കോണ്ടാക്ട് ലെൻസ്. കോണ്ടാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എന്തെങ്കിലും ഒരു സാധനമായിട്ട് കോണ്ടാക്ട് വരും. ഇപ്പോൾ കൊറോണ വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞില്ലായിരുന്നു കോണ്ടാക്ട് ഉണ്ടാവുക അല്ലേ? അപ്പോൾ ആ ഒരു സമയത്താണ് ഈ കോണ്ടാക്ട് എന്നുള്ള വാക്ക് കുറച്ചും കൂടി കൂടുതൽ ഫെമിലിയർ ആയത്. അപ്പോൾ കോണ്ടാക്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കൊറോണ ഉള്ള ഒരാളുമായിട്ട് സമ്പർക്കത്തിൽ വരിക. അപ്പോൾ അതേപോലെ ഈ കോണ്ടാക്ട് ലെൻസ് എപ്പോഴും നമ്മുടെ അടിയിലുള്ള നമ്മുടെ കണ്ണിൻ്റെ ഏറ്റവും പുറമെയുള്ള കോർണിയ എന്ന് പറയുന്ന ഒരു ലെയറുമായിട്ട് കോണ്ടാക്റ്റിലായിരിക്കും ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന ലെൻസ് ആയതുകൊണ്ട് കോണ്ടാക്ട് ലെൻസ് എന്ന് പേര് വന്നു. ആരുമായിട്ടാണ് കോണ്ടാക്ട്? തൊട്ട് പുറകിൽ കോർണിയ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കോർണിയയിൽ കോണ്ടാക്ട് ചെയ്ത അല്ലെങ്കിൽ ടച്ച് ചെയ്തിരിക്കുന്ന ലെൻസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോണ്ടാക്ട് ലെൻസ്. അപ്പോൾ ഈ കോണ്ടാക്ട് ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ലെൻസാണ്. അപ്പോൾ ഈ ഒരു ലെൻസിന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം, ഒപ്റ്റിക്സും നമുക്ക് കുറച്ച് പാരാമീറ്റേഴ്സിനെ കുറിച്ചൊക്കെ പറയാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് രണ്ട് തരത്തിലുള്ള മെറ്റീരിയൽസ് ആണുള്ളത്, അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് കോണ്ടാക്ട് ലെൻസുകളാണുള്ളത്. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ് കോണ്ടാക്ട് ലെൻസ്. സോഫ്റ്റ് കോണ്ടാക്ട് ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മളിങ്ങനെ പ്ലാസ്റ്റിക് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ പ്ലാസ്റ്റിക് പോലെ ഇരിക്കും, അത് സോഫ്റ്റ് ആയിരിക്കും. നമ്മളിങ്ങനെ ഇപ്പോൾ RGP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് RGP. ഇപ്പോൾ ഇതൊരു RGP ആണെന്ന് വിചാരിക്കുക. RGP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിജിഡ് ആയിട്ടുള്ള ഗ്യാസ് പെർമിയബിൾ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം, റിജിഡ് ആയിട്ടുള്ള ലെൻസുകൾ. അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ലെൻസുകൾ ഒരു സൈഡിലുണ്ട്, റിജിഡ് ആയിട്ടുള്ള കട്ടിയുള്ള ഒരു ലെൻസുകൾ മറ്റൊരു സൈഡിലുണ്ട്. ഇതൊരു RGP ലെൻസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്കിങ്ങനെ വളയ്ക്കാൻ പറ്റില്ല. അപ്പോൾ പക്ഷേ സോഫ്റ്റ് ആണെന്നുണ്ടെങ്കിലോ ഇതിങ്ങനെ ഞാൻ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ളിങ്ങനെ താഴെ വരെ പോകും. അപ്പോൾ അങ്ങനെയുള്ള ലെൻസുകളെ വിളിക്കുന്ന പേരാണ് സോഫ്റ്റ്. RGP ലെൻസ് എപ്പോഴും റിജിഡ് ആയിരിക്കും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൈ കൊണ്ട് ഇങ്ങനെ പ്ലാസ്റ്റിക് വളച്ചെടുക്കുന്ന പോലെ ഒരു സോഫ്റ്റ് ലെൻസ് വളയ്ക്കുന്ന പോലെ RGP ലെൻസ് വളയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെയാണ്, അതായത് RGP ആണ് വളയാൻ പാടെന്ന് ഓർത്ത് വെച്ചിരുന്നത്, റിജിഡ് ആയിരിക്കും എപ്പോഴും. ഓക്കെ, അപ്പോൾ RGPനെ വളയ്ക്കാൻ പാടാണ്, പക്ഷേ സോഫ്റ്റിന് എന്താണ്, നമുക്ക് ഈസി ആയിട്ട് വളയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ RGP ഉണ്ട്, സോഫ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ കറണ്ട്ലി യൂസ് ചെയ്യുന്ന, ഇപ്പോൾ നമ്മൾ കല്യാണത്തിനൊക്കെ വാങ്ങുന്ന ലെൻസുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കോസ്മെറ്റിക് ആയിട്ടുള്ള കോണ്ടാക്ട് ലെൻസുകൾ. അതിങ്ങനെ നമ്മളൊരു ചെറിയൊരു ഇതിനകത്തൊന്ന് തുറന്നിട്ട് കയ്യിലിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ ഒട്ടിക്കിടക്കും കയ്യിൽ അല്ലേ? എന്നിട്ട് നമ്മളിങ്ങനെ കണ്ണ് തുറന്നിട്ടാണ് ലെൻസ് ഇടുന്നത്. അപ്പോൾ കയ്യിലിങ്ങനെ ഒട്ടിക്കിടക്കും. അങ്ങനെയുള്ള ലെൻസുകളാണ് സോഫ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ RGP ലെൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇടാനും ഊരാനൊക്കെ എളുപ്പമാണ്. കാരണം നല്ല റിജിഡ് ആയതുകൊണ്ട് കട്ടിയുള്ള ഒരു ചെറിയൊരു തോട് പോലെ ഉണ്ടാവും. മീൻസ് ചെറിയ നമ്മളിപ്പോൾ നഖമൊക്കെ വാങ്ങിക്കില്ല, നിങ്ങൾ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചെറിയ നഖമൊക്കെ വാങ്ങിക്കില്ല, ഈ നഖം ഇങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്താൽ എങ്ങനെ ഉണ്ടാവും, ആ ഒരു കട്ടി ഉണ്ടാവും ലെൻസിന്. അപ്പോൾ അതാണ്, അങ്ങനത്തെ രണ്ട് മെറ്റീരിയൽസാണ് ഇപ്പോൾ നമുക്ക് കോണ്ടാക്ട് ലെൻസ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ സോഫ്റ്റിനെ പറ്റിയും RGPനെ പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം ബേസിക് ആയിട്ടുള്ള പാരാമീറ്റേഴ്സിനെ കുറിച്ച് പറയാം. അപ്പോൾ ആദ്യം പറയാൻ പോകുന്ന BC അല്ലെങ്കിൽ ബേസ് കർവ്, BOCR. നമ്മൾ ബേസ് കർവ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു പാരാമീറ്റർ എടുക്കുകയാണ്, ബേസ് കർവ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ. ബേസ് കർവ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഇതിന് നമ്മൾ ബേസ് കർവ് അല്ലെങ്കിൽ ബാക്ക് ഒപ്റ്റിക് സോൺ റേഡിയസ് എന്ന് പറയാറുണ്ട്. ബാക്ക് ഒപ്റ്റിക് സോൺ റേഡിയസ്, ബാക്കിൻ്റെ, അതായത് കോണ്ടാക്ട് ലെൻസിൻ്റെ ബാക്കിലെ ഒപ്റ്റിക് സോണിൻ്റെ റേഡിയസ് എന്ന് പറയുന്നതും ബേസ് കർവ് എന്ന് പറയുന്നതും സെയിം ആണ്. അപ്പോൾ എന്താണ് ബേസ് കർവ്? ബേസ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാവും. ബേസ് കർവ്, കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു ചെരിവ് അല്ലേ? കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെരിവ്. ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രസത്തിൻ്റെ ബേസ് എന്നല്ലേ വേറൊരു ക്ലാസ്സിൽ പറഞ്ഞത്. പ്രസത്തിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ പ്രസം ഇരിക്കുന്ന ഭാഗം അല്ലേ? അപ്പോൾ ആ ഇരിക്കുന്ന ഭാഗം, അപ്പോൾ ഇരിക്കുന്ന ഭാഗത്തുള്ള ചെരിവ്, അതിനെയാണ്, അല്ലെങ്കിൽ ഇരിക്കുന്ന ഭാഗത്തുള്ള ആ ഒരു കർവിനെയാണ് നമ്മൾ ബാക്ക് ഒപ്റ്റിക് സോൺ റേഡിയസ് അല്ലെങ്കിൽ ബേസ് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു കോണ്ടാക്ട് ലെൻസ് ആണെന്ന് വിചാരിക്കുക. ഈ ഒരു കോണ്ടാക്ട് ലെൻസിൻ്റെ
അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം, ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ തള്ളിയിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കിലുള്ള ഈ ഒരു കുഴി, ഈ ഒരു കർവിനെയാണ് ബാക്ക് ഒപ്റ്റിക് സോൺ റേഡിയസ് അല്ലെങ്കിൽ ബേസ് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, കോണ്ടാക്ട് ലെൻസ് കോർണിയയുടെ മുകളിലായിരിക്കുന്നത് അല്ലേ. ഇതിപ്പോൾ എന്താ കോണ്ടാക്ട് ലെൻസ് ആണെന്നുണ്ടെങ്കിൽ ഇത് എവിടെയാണ് വന്നിരിക്കുന്നത്, ഇങ്ങനെ നേരെ കോർണിയയുടെ, ഇപ്പോൾ ഇത് കോർണിയാണെന്ന് വിചാരിക്കുക, ഈ കോർണിയയുടെ മുകളിലേക്ക് ഇങ്ങനെയാണ് ഈ ലെൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഉണ്ടായേക്കുന്ന കർവേച്ചർ, ഈ ഒരു കർവേച്ചറിനെയാണ് ബേസ് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബേസ് കർവ് എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക, ബേസ് കർവ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ കോർണിയയുടെ കർവേച്ചർ കണ്ടുപിടിക്കണം. കോർണിയയുടെ കർവേച്ചർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, കെരട്ടോമെട്രി യൂസ് ചെയ്യാം. അപ്പോൾ കെരട്ടോമെട്രി വെച്ചിട്ട് അല്ലെങ്കിൽ കോർണിയൽ ടോപ്പോഗ്രഫി ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, ഈ ബേസ് കർവ് കണ്ടുപിടിക്കുന്നത്. കെരട്ടോമെട്രി വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ കോർണിയൽ ടോപ്പോ വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, ബേസ് കർവ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ കെരട്ടോമെട്രി അധികം പ്രിഫർ ചെയ്യുന്നില്ല, കാരണം കെരട്ടോമെട്രി എന്താ ചെയ്യുന്നത്, സെൻട്രൽ സോൺ മാത്രമേ എടുക്കുന്നുള്ളൂ. സെൻട്രലിലെ 2 to 3 mm സോൺ മാത്രമേ കെരട്ടോമെട്രിയിൽ മെഷർ ചെയ്യുന്നുള്ളൂ. അത് നമുക്ക് കെരട്ടോമെട്രി പറയുമ്പോൾ പറയാം. അപ്പോൾ കെരട്ടോമെട്രിയുടെ ഒരു ഡിസഡ്വാൻറ്റേജ് തന്നെ അതാണ്, കാരണം ഇതിൻ്റെ സെൻട്രലിലുള്ള ഒരു 2 to 3 mm കർവേച്ചർ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. പക്ഷേ കോർണിയ എന്തോരം ഉണ്ട്, 11 to 12 mm ഇല്ലേ, ഏകദേശം അത്രയും വലുപ്പം വരുന്നുണ്ട്. ഒരു 12 mm വരുന്ന സാധനത്തിൻ്റെ സെൻട്രലിലുള്ള 2 to 3 mm മാത്രമേ നമുക്ക് കെരട്ടോമെട്രി കിട്ടുള്ളൂ. അപ്പോൾ അതൊരിക്കലും അക്യുറേറ്റ് ആയിട്ടുള്ളൊരു മെത്തഡല്ല. അക്യുറേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും കോർണിയൽ ടോപ്പോഗ്രഫി അല്ലെങ്കിൽ കോർണിയൽ ടോമോഗ്രഫി വെച്ചിട്ട് വേണം നമ്മൾ എന്തെടുക്കാൻ, റീഡിങ് എടുക്കാൻ, K1 അതുപോലെ തന്നെ K2. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, ഈ ഒരു ലെൻസിൻ്റെ ബാക്കിലെ കർവേച്ചർ കണ്ടുപിടിക്കുന്നത്. സോഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ബാക്കിലെ കർവേച്ചർ കുറച്ചും കൂടി എളുപ്പമാണ്. കാരണം സോഫ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾ നേരത്തെ കല്യാണത്തിൻ്റെ ലെൻസിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇതങ്ങ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ അങ്ങ് ഒട്ടിയാൻ കിടന്നോളും. അപ്പോൾ പക്ഷേ RGP എന്ന് വെച്ചാൽ ഇതിങ്ങനെ കട്ടിയുള്ളൊരു സാധനം ആയതുകൊണ്ട് ബേസ് കർവ് നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് RGPയുടെ മെഷർമെൻറ്റ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ബേസ് കർവ് നമ്മളൊരു സോഫ്റ്റ് ലെൻസിന് നമുക്ക് യൂണിവേഴ്സൽ ആയിട്ടുള്ള ബേസ് കർവ് ഉണ്ട്, എല്ലാ ആൾക്കാർക്കും അഡാപ്റ്റ് ആകാൻ പറ്റുന്ന ഒരു ബേസ് കർവ് ഉണ്ട്. അപ്പോൾ അത് സാധാരണ ഒരു 80% ആൾക്കാർക്കും ആ ബേസ് കർവിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ആ ലെൻസ് സെറ്റ് ആവും. പക്ഷേ RGP അങ്ങനെയല്ല. RGP റിജിഡ് ആയതുകൊണ്ട് ഓരോ ആൾക്കാരുടെയും കറക്റ്റ് ആയിട്ടുള്ള റീഡിങ് എടുത്തു കഴിഞ്ഞാൽ മാത്രം നമുക്ക് എന്ത് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു RGP കോണ്ടാക്ട് ലെൻസ് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ബേസ് കർവിൽ നമുക്കറിയാം, നമുക്ക് കെരട്ടോമെട്രി റീഡിങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കെരട്ടോമെട്രി റീഡിങ് നമുക്ക് 2 വാല്യൂസ് കിട്ടും. ഒന്ന് നമുക്കൊരു mm റേഡിയസ് ഓഫ് കർവേച്ചറും കിട്ടും, അതേപോലെ തന്നെ പവറിലുള്ള ഒരു വാല്യൂയും കിട്ടും, ഡയോപ്റ്ററിലുള്ള ഒരു വാല്യൂയും കിട്ടും. നമ്മുടെ കെരട്ടോമെട്രി വീലിനകത്ത് അതായത് പവറും കിട്ടും, കോർണിയയുടെ പവറും കിട്ടും. നമ്മൾ ഈ mm ആണ് കൺസിഡർ ചെയ്യുന്നത്. ഈ mm വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ബേസ് കർവ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ ബേസ് കർവിൻ്റെ യൂണിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഇൻ mm, മില്ലിമീറ്ററിലാണ് നമ്മൾ ബേസ് കർവ് പറയുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, ബേസ് കർവ് എപ്പോഴും കുറയുന്ന വാല്യൂ, അതായത് കുറഞ്ഞ വാല്യൂ വരുന്നതിനനുസരിച്ചിട്ട് ബേസ് കർവ് എപ്പോഴും സ്റ്റീപ്പൻ ആയിരിക്കും, കൂടിയ വാല്യൂ വരുന്നതിനനുസരിച്ചിട്ട് ബേസ് കർവ് എപ്പോഴും ഫ്ലാറ്റൺ ആയിരിക്കും. അതായത് ഇപ്പോൾ mm നമ്മൾ പറയുന്ന സമയത്ത് നമുക്കൊരു ബേസ് കർവ് ഉണ്ട്, 8.1 ഉണ്ട്, ഒരു 8.3 ഉണ്ട്, രണ്ട് കർവേച്ചറുണ്ട്. ഈ 8.1 ആയിരിക്കും മോർ സ്റ്റീപ്പർ. ഈ 8.3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് ഫ്ലാറ്റ് ആയിരിക്കും. അതായത് വാല്യൂ കുറയും തോറും സ്റ്റീപ്നെസ് കൂടും. അതെന്തുകൊണ്ടാണെന്ന് പറയാം. ഇപ്പോൾ ഈ ഒരു സർക്കിൾ പറഞ്ഞു, അതായത് നമ്മൾ എന്താ പറയുന്നത്, റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് പറയുന്നത്. ഇപ്പോൾ ഇതാണ് എൻ്റെ ഒരു സർക്കിൾ. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ 8 mm ആണെന്ന് വിചാരിക്കുക. ഇതാണ് 8 mm. ഇനി ഞാൻ ഇതിൻ്റെ തൊട്ടിപ്പുറം വേറൊരു സർക്കിൾ വരച്ചു. ഇതാണ് എൻ്റെ രണ്ടാമത്തെ സർക്കിൾ. ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്ന ഒരു 1 mm ആണെന്ന് വിചാരിക്കുക. 1 mm ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു ലെൻസിൻ്റെ ഈ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇത്രയും ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു ഭാഗം കിട്ടും. ഇതേ ലെൻസിൻ്റെ ഈ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇത് ഞാൻ ഇവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ഭാഗവും കിട്ടും. അപ്പോൾ ഇതിനകത്ത് ഏതാ സ്റ്റീപ്പർ? ഇതാണ് സ്റ്റീപ്പർ, ഇതല്ലേ മോർ കർവ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ റീഡിങ് എപ്പോഴും ചെറിയ വാല്യൂ വരുമ്പോൾ കർവേച്ചർ കൂടുതലായിരിക്കും, അതുപോലെ തന്നെ വലിയ വാല്യൂ വരുന്ന സമയത്ത് കർവേച്ചർ എപ്പോഴും ഫ്ലാറ്റ് ആയിരിക്കും. അപ്പോൾ ബേസ് കർവ് എടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ വാല്യൂ കിട്ടി, mm കിട്ടുന്ന ഒരു വാല്യൂവിനെ ചെറിയ വാല്യൂ ആയിരിക്കും എപ്പോഴും മോർ സ്റ്റീപ്പർ. അതേപോലെ തന്നെ ഡയോപ്റ്ററിലാണെന്ന് വിചാരിക്കുക. ഡയോപ്റ്ററി പറയുമ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഡയോപ്റ്ററിൽ 43 ഡയോപ്റ്ററുള്ള ഒരു കോർണിയം തന്നു, 41 ഡയോപ്റ്ററുള്ള ഒരു കോർണിയം ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിനകത്ത് 43 ഡയോപ്റ്ററാണ് മോർ സ്റ്റീപ്പർ. പവർ വരുന്ന സമയത്ത് എപ്പോഴും
കൂടിയ പവറാണ് സ്റ്റീപ്പർ. പക്ഷേ MM പറയുന്ന സമയത്ത് റേഡിയസ് ഓഫ് കർവേച്ചർ പറയുമ്പോൾ എപ്പോഴും കുറഞ്ഞ വാല്യൂ ആണ് സ്റ്റീപ്പർ. അത് നമ്മൾ മറന്നു പോകരുത്. ഇനി അങ്ങോട്ടേക്ക് പഠിക്കുന്ന സമയത്തെല്ലാം ഇത് എപ്പോഴും നമുക്ക് മാറിപ്പോയിക്കൊണ്ടിരിക്കും. ഈ എന്താ പറയുക, ബേസ് കർവ് കുറയുമ്പോഴാണോ വാല്യൂ കൂടുക, കൂടുമ്പോഴാണോ വാല്യൂ കൂടുക, അതെപ്പോഴും നമുക്ക് മാറിപ്പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ബേസ് കർവ് എപ്പോഴും ഈ ഒരു എക്സാമ്പിൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ മതി. 2 ചെറിയ വട്ടങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ചെറിയ വട്ടമാകുമ്പോൾ ചെറിയ റേഡിയസ് ആവുന്ന സമയത്ത് കർവേച്ചർ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ കർവേച്ചർ കൂടുതലായിരിക്കും. അപ്പോൾ ചെറിയ വാല്യൂവിനായിരിക്കും മോർ സ്റ്റീപ്പനായിട്ട് വരിക. വലിയ വാല്യൂ വരുന്ന സമയത്തേക്ക് അത് ഫ്ലാറ്റ് ആയിരിക്കും ലെൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസ് കർവിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ബേസ് കർവ് ഏകദേശം നമ്മൾ കവർ ചെയ്തു. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യമായിട്ടുള്ള പവറിനെ പറ്റി പറയാം. കോണ്ടാക്ട് ലെൻസിൻ്റെ പവർ. ശരിക്കും നമ്മുടെ ഈ ഒരു ലെൻസ് നമ്മൾ കണ്ണിൽ കൊടുക്കുന്ന സമയത്ത് ഒപ്റ്റോമെട്രി അറിയാത്ത ഒരാളൊക്കെ ആണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ വിചാരിക്കാം കണ്ണട കിട്ടിയിരിക്കുന്ന അതേ പവർ തന്നെ ഇതിനകത്തേക്കും കൊടുത്താൽ പോരെ. പക്ഷെ അങ്ങനെയല്ല. അതായത് നമ്മൾ കണ്ണടയിൽ കൊടുക്കുന്ന അതേ പവർ തന്നെയല്ല നമ്മൾ കോണ്ടാക്ട് ലെൻസിൽ കൊടുക്കുന്നത്. കാരണം അവിടെ വെർട്ടക് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു സംഭവം വരുന്നുണ്ട്. അതായത് നമ്മൾ കണ്ണട വെക്കുന്ന എപ്പോഴും ഒരു കണ്ണിന് ഇപ്പം ഇങ്ങനെ കാണുന്ന സമയത്ത് കണ്ണിൽ നിന്ന് ഇത്ര അകലത്തിലാണ് എൻ്റെ കണ്ണട ഇരിക്കുന്നത്. പക്ഷെ കോണ്ടാക്ട് ലെൻസ് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, ഇതേ സാധനം കണ്ണിൽ നേരെ കോർണിയയുടെ മുകളിൽ ഒട്ടിയിരിക്കുക. അപ്പോൾ അവിടെ വെർട്ടക് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന സാധനം 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് പവർ വരുന്ന സമയത്ത്, അതായത് ഒരു 4 ഡയോപ്റ്ററിന് മുകളിലേക്ക് പവർ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഈ വെർട്ടക് ഡിസ്റ്റൻസിനെ കോമ്പൻസേറ്റ് ചെയ്യണം. കാരണം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു പ്ലസ് ലെൻസ് ഉണ്ടെന്ന് വിചാരിക്കുക, നിങ്ങളുടെ കയ്യിലൊരു പ്ലസ് ലെൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ പ്ലസ് ലെൻസ് ഞാൻ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതോറും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, മാഗ്നിഫൈ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ കാണുന്ന സാധനം ഇങ്ങനെ വലുതായി വന്നുകൊണ്ടിരിക്കും. അതുപോലെ ഒരു മൈനസ് ലെൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തേക്ക് കൊണ്ടുവരുന്നതോറും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, മിനിഫൈ, അത് കുഞ്ഞതായിക്കൊണ്ടിരിക്കും, ചെറുതായിട്ടിരിക്കും. അപ്പോൾ അത് ലെൻസിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണത്. അപ്പോൾ ഇത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, നമ്മുടെ കണ്ണിൻ്റെ മുകളിൽ ഒരു ലെൻസ് കൊണ്ടുപോയി വെക്കുന്നതും കണ്ണിൻ്റെ മുന്നിൽ മൂക്കിൻ്റെ അറ്റത്ത് കൊണ്ടുപോയി ഒരു ലെൻസ് വെക്കുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് എപ്പോഴും പവർ ഗ്രേറ്റർ ദാൻ 4 ഡയോപ്റ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വെർട്ടക് ഡിസ്റ്റൻസ് കോമ്പൻസേറ്റ് ചെയ്യണം. അതിന് കുറേ ഇക്വേഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കോണ്ടാക്ട് ലെൻസിൻ്റെ പവർ നമ്മളെങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ, ഒരു കൺസിഡറേഷൻ ഇതാണ് വെർട്ടക് ഡിസ്റ്റൻസ്. രണ്ടാമത്തെ കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന പവറുകളിൽ സ്ഫിയറിക്കൽ പവർ ഉണ്ടാവും, അതേപോലെ തന്നെ സിലിണ്ടറിക്കൽ പവറുകൾ ഉണ്ടാവും. അപ്പോൾ ഈ സ്ഫിയറും സിലിണ്ടറുകളും തമ്മിലുള്ള റേഷ്യോ വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് സോഫ്റ്റ് വേണോ RGB വേണോ എന്നൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഒരു കൺസിഡറേഷൻ. മൂന്നാമത്തെ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ഈ പവർ എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളതാണ്. ഈ പവർ, അതായത് നമ്മുടെ ലെൻസിൻ്റെ പവർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക, സാധാരണ റിഫ്രാക്ഷൻ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, കോണ്ടാക്ട് ലെൻസിൻ്റെയും പവർ കണ്ടുപിടിക്കുക. നമ്മൾ കണ്ണട കൊടുക്കുന്ന പോലെ തന്നെ റിഫ്രാക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു പവർ തന്നെയാണ് നമ്മൾ കോണ്ടാക്ട് ലെൻസിൽ കൊടുക്കുക. പക്ഷേ അവിടെ ഒരു കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഡയോപ്റ്റർ കൂടുതൽ പവർ വരുമ്പോൾ ആ ഒരു വെർട്ടക് ഡിസ്റ്റൻസിനെ കോമ്പൻസേറ്റ് ചെയ്തിട്ടുള്ളൊരു പവർ ആയിരിക്കും നമ്മൾ കൊടുക്കാമെന്ന് മാത്രം. അപ്പോൾ എങ്ങനെ ഒരു ലെൻസിൻ്റെ പവർ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫ്രാക്ഷനിലൂടെ തന്നെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, ഒരു കോണ്ടാക്ട് ലെൻസിൻ്റെ പവർ കണ്ടുപിടിക്കുന്നത്. ഇനി മൂന്നാമത് പറയാൻ പോകുന്ന കാര്യമാണ് ഡയമീറ്റർ. ഒരു കോണ്ടാക്ട് ലെൻസിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ ഒരു ലെൻസിൻ്റെ ഞാനൊരു സ്കെയിൽ ഈ ഒരു അറ്റത്ത് വെച്ചിട്ട് ഇങ്ങേ അറ്റം വരെ മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടം തൊട്ട് ഇവിടം വരെ മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. ഇതിപ്പോൾ എൻ്റെ ഒരു കണ്ണാണെന്ന് വിചാരിക്കുക, ഇതെൻ്റെ ഒരു കോർണിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, ഈ ലെൻസ് ഇതിൻ്റെ മുകളിൽ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യണം. അത് കറക്റ്റ് ആണല്ലോ, അല്ല കോർണിയ കുറച്ച് വലുതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതെന്താണ്, ഒരു RGB ആണ്, റിജിഡ് ആയിട്ടുള്ള ലെൻസാണ്. റിജിഡ് കോണ്ടാക്ട് ലെൻസ് എപ്പോഴും ഇങ്ങനെ ഇരിക്കണം, ഈ ഫിഗറിനകത്തുള്ളതുപോലെ കണ്ണിനേക്കാളും കോർണിയയുടെ മാർജിൻസിനേക്കാളും ചെറുതായിരിക്കണം. പക്ഷേ സോഫ്റ്റ് എപ്പോഴും ഈ ഒരു കോർണിയൽ മാർജിനേക്കാളും വലുതായിരിക്കണം. അപ്പോൾ ഇത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, ഈ ഒരു ഡയമീറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നത്, ഇത് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്കെയിൽ ഇവിടെ വെക്കുക, ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. അപ്പോൾ ഇതിന് ലിംബസ് എന്ന് പറയും അല്ലേ, കോർണിയൽ സ്ക്ലീറൽ ജംഗ്ഷനെ നമ്മൾ ലിംബസ് എന്ന് പറയും. അപ്പോൾ ലിംബസ് ടു ലിംബസിലേക്കുള്ള ഈ ഒരു ലെങ്ത്തിനെയാണ് അത് MM ഇൻ MM. ഓക്കെ, ലിംബസ് ടു ലിംബസിലേക്കുള്ള ആ ഒരു ഹൊറിസോണ്ടലി വിസിബിൾ ആയിട്ടുള്ള ഐറിസിൻ്റെ ഡയമീറ്റർ നമ്മൾ മെഷർ ചെയ്യുകയാണ്. HVID എന്ന് പറയും ഇതിന്, HVID, ഹൊറിസോണ്ടൽ വിസിബിൾ ഐറിസ് ഡയമീറ്റർ. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, ഒരു ലെൻസിൻ്റെ ഡയമീറ്റർ. RGB ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും എന്തായിരിക്കണം, കണ്ണിനേക്കാളും കുറച്ച് ചെറുതായിരിക്കണം. സോഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 2 mm വലുതായിരിക്കണം. അപ്പോൾ നോർമലി നമ്മുടെ കണ്ണിൻ്റെ ഒരു വലുപ്പം എന്നൊക്കെ പറയുമ്പോൾ 11 to 12 mm ഒക്കെയാണ് വരിക. ഓക്കെ, 11 to 12 mm ഒക്കെ വരിക. അപ്പോൾ നമ്മൾ RGB കോണ്ടാക്ട് ലെൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂനോട് ഒരു 2 mm കുറയ്ക്കും.
അപ്പോൾ ഒരു 9 mm ഒക്കെ ആയിരിക്കും RGPയുടെ ഡയമീറ്റർ വരിക. അതായത് RGP ലെൻസ് എപ്പോഴും ചെറുതായിരിക്കും. പക്ഷേ സോഫ്റ്റ് ആണെന്നുണ്ടെങ്കിലോ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂവിൻ്റെ കൂട്ടത്തിൽ 2 mm ആഡ് ചെയ്യുക. 11ൻ്റെ കൂടെ 2 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 13 mm. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, ലെൻസിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കുക. ഇനി എന്താണ് 4ാമത്തെ പോയിന്റ് ആയിട്ടുള്ള ഒപ്റ്റിക് സോൺ എന്ന് പറയുന്നത്? ഒപ്റ്റിക് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോണ്ടാക്ട് ലെൻസിൽ ഇപ്പോൾ നമ്മൾ പ്രോഗ്രസീവ് ലെൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് പ്രോഗ്രസീവ് കോറിഡോർ ഒക്കെ പഠിക്കുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് ഭാഗങ്ങൾ അപ്പറേറ്റഡ് ആയിട്ടുണ്ടാവും, കുറച്ച് ഭാഗത്ത് മാത്രമേ പവർ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ കോണ്ടാക്ട് ലെൻസ് ഇത്രയും വലിയൊരു സാധനമാണെന്നുണ്ടെങ്കിലും ഈ ഫുൾ ഏരിയയിലും പവർ ഉണ്ടാവില്ല. കാരണം നമുക്ക് എവിടം വരെ പവർ മതി? നമ്മുടെ പ്യൂപ്പിൾ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കോണ്ടാക്ട് ലെൻസിൻ്റെ പവറുള്ള ഒരു ഭാഗത്തിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പവർ വരുന്ന ഈ ഒരു ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓപ്റ്റിക് സോൺ. അപ്പോൾ ഇവിടെ ആയിരിക്കും എന്തുണ്ടാവുക, പവർ ഉണ്ടാവുക. ഇപ്പോൾ ഈ കോണ്ടാക്ട് ലെൻസ് ഒരു +10ൻ്റെ കോണ്ടാക്ട് ലെൻസ് ആണെന്ന് വിചാരിക്കുക. ആ +10 ഡയോപ്റ്റർ ക്യാരി ചെയ്യുന്ന ഈ ലെൻസിൻ്റെ ആ ഒരു സോണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക് സോൺ. അപ്പോൾ ഒപ്റ്റിക് സോണിലായിരിക്കും എന്തുണ്ടാവുക, കോണ്ടാക്ട് ലെൻസിൻ്റെ പവർ ഉണ്ടാവുക. ഇവിടെ എന്തുണ്ടാവില്ല, പവർ ഉണ്ടാവില്ല. ഈ ഒരു ഭാഗമൊക്കെ പ്ലാനുമായിരിക്കും. ആ ഒരു ഭാഗത്തേക്കായിരിക്കും നമ്മൾ പവർ അടിച്ച് കയറ്റുക. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് ഒപ്റ്റിക് സോൺ എന്ന് പറയുക. ഇനി ലാസ്റ്റത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, ലാസ്റ്റത്തെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രൽ തിക്നെസ്. നമ്മുടെ കോണ്ടാക്ട് ലെൻസിൻ്റെ സെൻട്രലി ഉള്ള തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, കോണ്ടാക്ട് ലെൻസിൻ്റെ ഈ സെൻറ്റർ ഭാഗത്ത് നിന്ന് ഞാൻ എന്താ പറയുക, ഈ ഒരു ലെൻസ് ഇങ്ങനെ ഞാൻ പകുതിക്ക് കട്ട് ചെയ്തു. ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സ്കെയിൽ എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ സെൻട്രലിലുള്ള തിക്നെസ് മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എൻ്റെ സെൻട്രൽ തിക്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ സെൻട്രൽ തിക്നെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ലെൻസ് സെൻട്രലി തിക്കാവും തോറും ഈ ലെൻസിൻ്റെ ഉള്ളിൽ കൂടി കടന്നു പോകുന്ന സാധനങ്ങൾ, അതായത് കോർണേക്ക് ഒരു പ്രത്യേകതയുണ്ട്. കോർണേക്ക് അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഓക്സിജനെ വലിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ എൻ്റെ ലെൻസ് തിക്കാവും തോറും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഇതിൻ്റെ ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ഓക്സിജൻ്റെ എമൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എപ്പോഴും നല്ല ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിന്നായിട്ടുള്ള ലെൻസുകളാണ് എപ്പോഴും നല്ലത്. പക്ഷേ നമുക്ക് തിക്നെസ് വേണം. കാരണം തിക്നെസ് ഇല്ലെങ്കിലുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അതിനനുസരിച്ചിട്ട് വേറെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് തിക്നെസ് റിലേറ്റഡ് ആയിട്ട് ഞാൻ വേറെ പ്രോപ്പർട്ടീസ് പറയുമ്പോൾ നമുക്ക് ഓരോന്ന് എന്തൊക്കെയാണെന്ന് പറയാം. ഇപ്പോൾ പാരാമീറ്റേഴ്സിനെ കുറിച്ച് ഇത്രയും മാത്രം അറിഞ്ഞിരുന്നാൽ മതി. എന്താണ് ബേസ് കർവ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഈ ലെൻസിൻ്റെ ബാക്കിലുള്ള കർവ്. രണ്ടാമത് പറയുന്ന പവർ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, റിഫ്രാക്ഷൻ വെച്ചിട്ട്. മൂന്നാമത്തേന്ന് വെച്ചാൽ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഞാനൊരു നൂലെടുത്തിട്ട് ഇങ്ങനെ ഒരു സ്കെയിൽ എടുത്തിട്ട് ഇങ്ങനെ ടോട്ടലി മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടം തൊട്ട് എൻ്റെ ഈ വിരലിൻ്റെ ഇവിടം തൊട്ട് ഈ വിരലിൻ്റെ ഇവിടം വരെയുള്ള ഈ ഒരു ലെങ്ത്തിനെയാണ് എന്ത് പറയുന്നത്, ടോട്ടൽ ഡയമീറ്റർ എന്ന് ലെൻസിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഒപ്റ്റിക് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെൻസിൻ്റെ സെൻട്രൽ ഭാഗത്ത് മാത്രമേ എന്തുണ്ടാവുള്ളൂ, സെൻട്രൽ ഭാഗത്തു നിന്നല്ല, ആ ഒരു ഒപ്റ്റിക് സോൺ വരുന്ന ആ ഒരു ഭാഗത്ത് മാത്രമേ എന്തുണ്ടാവുള്ളൂ, പവർ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു പവർ വരുന്ന ആ ഒരു ഭാഗത്തിന് ഞാൻ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക് സോൺ. ഈ ലെൻസ് ഞാനിങ്ങനെ പകുതിക്ക് കട്ട് ചെയ്തിട്ട് സെൻട്രലിലെ തിക്നെസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സെൻട്രൽ തിക്നെസ്. അപ്പോൾ ഇത്രയാണ് ബേസിക്കലി ഉള്ള നമുക്ക് വേണ്ട പാരാമീറ്റേഴ്സ്. ഇനി ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്. ബേസിക് ആയിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പാരാമീറ്ററിൽ ഒന്ന് ബേസ് കർവ്, രണ്ടാമത്തത് ഡയമീറ്റർ, മൂന്നാമത്തത് ലെൻസിൻ്റെ പവർ. ഓക്കെ, ലെൻസിൻ്റെ പവർ. പിന്നെ സാഗ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്. ഓരോ സാധനങ്ങൾ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ ചേഞ്ച് ആണ് ലെൻസിൽ വരിക എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കോൺടാക്ട് ലെൻസ് ഇനി എന്തെങ്കിലും അടുത്ത വീഡിയോകളൊക്കെ കാണുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യം ഈ വീഡിയോ കണ്ടിട്ട് ഇതൊക്കെ എന്താണെന്ന് പഠിക്കണം. എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കഥകളിൽ പറയില്ല, കഥയറിയാതെ ആട്ടം കാണാനൊക്കെ പറയുന്ന പോലെ ഇതറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബാക്കി പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, കമൻറ്റ് ചെയ്യാം. പിന്നെ ഞാനിതെല്ലാം റെഫർ ചെയ്തിരിക്കുന്നത് IACLE എന്നാണ്. ഓക്കെ, IACLE വെച്ചിട്ടാണ് എല്ലാം റെഫറൻസ് ചെയ്തിരിക്കുന്നത്. കോണ്ടാക്ട് ലെൻസ് എല്ലാം IACLE ആണ്. നമ്മൾ എടുക്കുന്ന എല്ലാ പോർഷൻസും IACLE തന്നെയാണ്. IACLE മൊഡ്യൂൾസിൽ നിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടിനെ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. ഓക്കെ, ബൈ.